യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. അയ്യോ ഇത്രയാ കണ്ടോ ഇങ്ങനെ നിൽക്കാൻ. ഹലോ ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് നിൽക്കുന്നത്. ഒരു ലോ ബഡ്ജറ്റ് കന്യാകുമാരി യാത്ര, അതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമയം 9:45 ആവാറായി. നമുക്ക് പോകാനുള്ള ട്രെയിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരാൾ കൂടിയുണ്ട്. അയാൾ കൊല്ലത്ത് നിന്നും ഈ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ട്രെയിനിൽ കയറിയ ശേഷം ബാക്കി. ഓക്കെ. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. രണ്ട് ദിവസത്തെ അവധി കിട്ടിയപ്പോൾ വിചാരിച്ചു കന്യാകുമാരിക്ക് പോകാമെന്ന്. ഞാനാണെങ്കിലും ഇതുവരെ കന്യാകുമാരിയിൽ പോയിട്ടുമില്ല. ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് രാവിലെ ബോണക്കാട് പോയിട്ട് വൈകിട്ട് കന്യാകുമാരിക്ക് പോകാമെന്നാണ്. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റായി പോയി. ക്രിസ്മസിൻ്റെ അവധി ആയതുകൊണ്ട് കന്യാകുമാരിയിൽ നല്ല തിരക്കാവാനാണ് സാധ്യത. ഇനി റൂമൊക്കെ കിട്ടുമെന്ന് തന്നെ അറിയത്തില്ല. എന്തായാലും അവിടെ ചെന്നിട്ട് നോക്കാം. പറയാനാണ് ഇതാണ് അവസ്ഥ. നമ്മൾ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത് നേരെ കന്യാകുമാരിക്കുള്ള ട്രെയിനായിരുന്നു. പക്ഷേ അവിടെ എന്തോ പണി കിടക്കുന്നതുകൊണ്ട് ഇതിപ്പം കന്യാകുമാരിക്ക് വിടത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ നാഗർകോവിൽ ഇറങ്ങി. ഇനി ഇവിടുന്ന് ബസ്സിൽ കന്യാകുമാരിക്ക് പോകണം. എൻ്റെ കൂടെ ഒറ്റയാൻ സഞ്ചാരിയുണ്ട്. ഇതാ പോകുന്നത്. മുക്കാലിന് തമ്പാനൂരിൽ നിന്ന് കയറിയാണ്. ഇപ്പോൾ ഏകദേശം 11:51 നാഗർകോവിലെത്തിയപ്പോഴത്തേക്ക്. ഇവിടുന്ന് എങ്ങനെ ബസ്സിലാണ് പോകുന്നത്. പക്ഷേ അപ്പോൾ ഇതാണ് നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ കന്യാകുമാരിയിലേക്ക് പോകാനായിട്ട് ഇവിടെ നിന്നാൽ മതി. ബസ് എപ്പോഴും ഉണ്ട്. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഏതൊരു കയറി നിൽക്കണേ. ഓക്കെ. ഞങ്ങളങ്ങനെ കന്യാകുമാരിയിലെത്തി. ഫുഡൊക്കെ കഴിച്ച ശേഷം റൂം എടുത്തു. ഇതാണ് നമ്മുടെ റൂം. ഞാൻ പറഞ്ഞില്ലേ, അവധി ദിവസങ്ങളായതുകൊണ്ടാണ് നല്ല തിരക്കാണ് ഇവിടെ. അതുകൊണ്ട് റൂമിനൊക്കെ നല്ല റേറ്റാണ്. 1500 1800 നോൺ AC റൂമിന് അവർ ചോദിക്കുന്നത്. ഇത് 1200 ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ട് ഒരാൾക്ക് 600 ആകുന്നുള്ളൂ. റൂം ഉണ്ടല്ലേ, അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. ഇത് തന്നെ കിട്ടിയത് ഇവിടെ ഒരുപാട് സ്ഥലത്ത് കയറി ഇറങ്ങിയ ശേഷം അതിലല്പം റേറ്റ് കുറഞ്ഞതായതുകൊണ്ടാണ് ഇത് നമ്മൾ എടുത്തത്. ഇപ്പോൾ ഏകദേശം 2:30-3 ആവാറായി. ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ട് വെയിലൊക്കെ താന്നിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങാം. ആ സമയത്ത് നമുക്ക് ഇതുവരെ എത്ര ചിലവായി എന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ട്രെയിനും ബസ്സും. ഓക്കെ. ഏതില് നോക്കാം. ബീച്ചിന് സൈഡിലോട്ട് പോവാം.
ഏതാ? അയ്യോ ഒത്തിരിയാ. എങ്ങനെയാടാ ഇത്? ഈ കാണുന്ന ലൈൻ എന്ന് പറയുന്നത് ബോട്ടിൽ കയറി വിവേകാനന്ദ പാറ കൊണ്ട് പോകാനുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പോയി കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മാതിരി തിരക്കാണ്. എന്തായാലും നോക്കാം. വില ചോദിച്ചിട്ടില്ല. എത്ര മടക്കാന്നുണ്ട്? 4 മടക്കാടായി. വേറെ വിളിച്ചില്ലേ? പിന്നെ കിടിലം. വിവേകാനന്ദ പാറയിലേക്ക് പോകാൻ ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെയാണ്. ഒരാൾക്ക് 75 രൂപയാണ്. പിന്നെ പുനലൂരിൽ നിന്നും കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനിലാണ് ഞാൻ തമ്പാനൂരിൽ നിന്നും വന്നത്. നാഗർകോവിൽ വരെ 45 രൂപയാണ്. കന്യാകുമാരിയിലേക്കാണെങ്കിൽ 50 ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ ബസ്സിൽ 16 രൂപയാണ് ആയത്. എന്ന് വെച്ചാൽ 100 രൂപയുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പോകാം. അവധി ദിവസം ആയതുകൊണ്ടാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നല്ല ക്യൂ ഉണ്ട്. ഇന്ന് നാളെ അവധിയല്ലേ, പോരാതെ നാളെ ക്രിസ്മസും കൂടെ ആയതുകൊണ്ട് 2 ദിവസത്തെ അവധി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും തിരക്കുന്നത്. കയറി പോകാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ, നമുക്ക് നോക്കാം എന്തായാലും. നമ്മൾ വിവേകാനന്ദ പാറയിൽ പോകാനായിട്ട് പോയപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര തിരക്ക്, ഒരു രക്ഷയല്ല. അതുപോലെ അവിടെ ക്ലോസ്ഡ് ആണ്, നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ലൈറ്റ് ഹൗസിൽ കയറാൻ വേണ്ടിയിട്ട് വന്നു. ഇപ്പോൾ മണ്ടേ ചെന്നിട്ട് നോക്കാം എങ്ങനെയാണെന്ന്. നമ്മൾ ലൈറ്റ് ഹൗസിൽ കയറി. ഒരാൾക്ക് 10 രൂപയാണ് ചാർജ്. അതേപോലെ തന്നെ നമ്മളിപ്പം ക്യാമറ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ 20 രൂപ കൊടുക്കണം. അങ്ങനെ 30 രൂപ. അടിപൊളിയാണ്. അതായത് കന്യാകുമാരി ഫുള്ള് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമ്മൾ സൂര്യാസ്തമനം കാണാൻ വേണ്ടിയിട്ട് വ്യൂ ടവറിൽ വന്നേക്കാണ്. നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഓക്കെ, ഇതിൻ്റെ മുകളിൽ പോവാം.
ഗൈസ്, എവിടെയാണ് റൂം? മൂന്നിലല്ലേ? നമ്മുടെ ലിഫ്റ്റിന്റെ സൈസ് കണ്ടോ? ഒരാൾക്ക് കഷ്ടിച്ച് കയറി നിൽക്കാനുള്ള ഒരു സ്പേസേ ഉള്ളൂ. ഓക്കെ, കണ്ടോ? ഇങ്ങനെ നിൽക്കാൻ. ഇതാണ് നമ്മളെ ലിഫ്റ്റിന്റെ ഒരു അവസ്ഥ. മൊത്തം 3 പേർക്ക് ഞെരിങ്ങി കുത്തിയിരിക്കാം, മനസ്സിലായോ? അതാണ് എൻ്റെ അമ്മേ. എങ്ങാനും സ്റ്റക്കായി പോയുള്ള അവസ്ഥ ശോകം. അപ്പൊ ഇനി നമുക്ക് റൂമിലേക്ക് പോയി എന്താ കുളിച്ചിട്ടായി കിടന്നുറങ്ങണം. നാളെ രാവിലെ എണീറ്റിട്ട് എവിടെ പോകണം? നാളെ രാവിലെ നമുക്ക് വിവേകാനന്ദ പാറ കാണാൻ പോകണം അല്ലേ? അവിടെ പോകണം, അത് തന്നെ. അപ്പൊ നമുക്ക് രാവിലെ കാണാം. നല്ല ക്ഷീണം. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ അതേപോലെ ഇപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഉച്ചയായി. എത്ര സൗണ്ടായത്! ഉച്ചയായി, ഏകദേശം 12 മണിയായി നമ്മൾ നാഗർകോവിൽ എത്തിയപ്പോഴത്തേക്ക്. കാര്യം എന്ന് വെച്ചാൽ കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനായിരുന്നു, പക്ഷേ അവിടെ വരെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ബസ്സിലാണ് വന്നത്. അപ്പം ഇങ്ങനെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 12 മണിയൊക്കെ, അല്ല 12 അല്ല, നമ്മൾ ഇവിടെ എത്തിയപ്പോൾ കന്യാകുമാരിയിലെത്തിയില്ലേ? ബസ് കറങ്ങി വരുന്ന ബസ് കറങ്ങി വരുന്നതായതുകൊണ്ട് കുറേ താമസിച്ച് നമ്മൾ ഇങ്ങ് എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 1:15 കണ്ടായി. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് വെയിലൊക്കെ താന്ന് 3:30 നമ്മളൊന്ന് ഇറങ്ങി മൊത്തത്തിൽ ഒന്ന് ചുറ്റി കറങ്ങാൻ വേണ്ടി പോയത്. അപ്പോഴാണ് നമ്മൾ ലൈറ്റ് ഹൗസിലൊക്കെ പോയതും പിന്നെ നമ്മൾ സൺസെറ്റ് കാണാനായിട്ടൊക്കെ പോയത്. അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ ഇനി കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ അവിടെ. അതെ, ഓക്കെ.